ബി.ജെ.പി. സംസ്ഥാന ശില്പശാലയ്ക്ക് കോട്ടയത്ത് തുടക്കം. നാഗമ്പടത്തെ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയമാകും. 30 സംഘടനാ ജില്ലാ അധ്യക്ഷന്മാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, പ്രഭാരിമാർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സംസ്ഥാന ശില്പശാല തുടങ്ങിയിട്ടുണ്ടോ? സംസ്ഥാനത്തെ എല്ലാ ഭാരവാഹികളും, പ്രധാനപ്പെട്ട എല്ലാ ഭാരവാഹികളും പങ്കെടുക്കുന്ന യോഗം. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുഖ്യ ചർച്ചാ വിഷയമായിട്ടുള്ള അജണ്ടയായിട്ടുള്ള ബി.ജെ.പിയുടെ ഏകദിന സംസ്ഥാന ശില്പശാലയ്ക്കാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാജ്പേയി ഭവനിൽ തുടക്കമായിരിക്കുന്നത്. 30 സംഘടനാ ജില്ലാ സെക്രട്ടറിമാരും പ്രഭാരിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള മുഴുവൻ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യോഗം അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട അജണ്ടയായി മിഷൻ 2025 പ്രധാനപ്പെട്ട അജണ്ടയായി നിശ്ചയിച്ചുകൊണ്ടുള്ള യോഗത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഉണ്ടാകേണ്ട മുന്നേറ്റം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ചർച്ചകൾ, ഇതൊക്കെയാണ് ഈ ഒരു യോഗത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇന്ന് പരിഗണിക്കുന്നത്, അജണ്ടാ വിഷയമായി ഉണ്ടാവുക. എന്തായാലും ഈ ഒരു യോഗത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, സംഘടനാ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള ആളുകളെല്ലാം സന്നിഹിതരായിരിക്കുന്ന യോഗത്തിന് കോട്ടയത്ത് തുടക്കമായിരിക്കുകയാണ്. വിനോദ്, ബി.ജെ.പിയുടെ സംസ്ഥാന ശില്പശാലയാണ് ഇന്ന് കോട്ടയത്ത് നടക്കുന്നത്. സംഘടനാ ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറിമാർ, അതേപോലെ തന്നെ സെക്രട്ടറിമാർ, പ്രഭാരിമാർ, വൈസ് പ്രസിഡന്റുമാർ അടക്കമുള്ള എല്ലാ ഭാരവാഹികളും, പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം ഇന്നത്തെ യോഗത്തിൽ കോട്ടയത്ത് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ശില്പശാലയിലെ പ്രധാന ചർച്ചാ വിഷയം. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി.